ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ, നമ്മളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അല്ലേ. നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടി ആണ്. അതായത് നമ്മളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയായിരിക്കും. അല്ലാതെ ഞാൻ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെയുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ വാശി തീർക്കാൻ എന്നുള്ള രീതിയിലാവരുത്. അപ്പോൾ ശരിക്കും നമ്മളെ ഒരു മെയിൻ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരം എന്താണ്? ദേഷ്യം അല്ലെങ്കിൽ വാശി, അതൊക്കെയാണ് അല്ലേ. അതിൻ്റെ പുറത്ത്, ഈ ദേഷ്യത്തിൻ്റെയും വാശിയുടെയും പുറത്ത് അതല്ല, ശരിക്കും നമുക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേക്കുക. അവരോടുള്ള വാശിപ്പുറത്ത് അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താവരുത് നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ഒരു നമുക്ക് ഇന്നതൊക്കെ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം വേണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ട്. അതായത് എനിക്ക് എന്നെ കുറേ ബെറ്റർ ആക്കണം, എനിക്ക് എന്നെ ഇതിലും നല്ല ബെറ്റർ ആക്കാനായിട്ട് പറ്റും, എന്നെ ഇതിലും ഒരുപാട് ബെറ്റർ ആക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് വേണ്ടത്. അതായത് നമുക്കറിയാം, നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമുക്ക് ഒരുപാട് ഇൻസൾട്ടും വിഷമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ടാവാം. പക്ഷേ നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുക. നമുക്കതിനെ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. പക്ഷെ നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് വിടും. ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ വിഷമിച്ചിരിക്കും, നമ്മൾ ആ ട്രാക്കിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങി പോവും. നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങൾ നമുക്ക് എപ്പോഴും ഒരു 24 hours നമുക്ക് ചില പോസിറ്റീവായിട്ടിരിക്കാനും പറ്റില്ല. കാരണം നമ്മൾ ചുറ്റിനുമുള്ളവർ എക്സ്ട്രീം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ചെയ്തു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിനൊന്നും മിണ്ടിയല്ല. പക്ഷേ നമ്മൾ പതുക്കെ നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്ത് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പം നമുക്ക് 24 hours ചിലപ്പോൾ പോസിറ്റിവിറ്റി എന്നുള്ളത് അത്ര സാധ്യമാകില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകും. നമുക്ക് ഭയങ്കരമായിട്ട് സാഡ്നെസ്സൊക്കെ വരുമ്പം, വിഷമിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലൊക്കെ ആയി തീരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ കറക്റ്റ് ആ ഒരു മെഡിറ്റേഷൻ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഈ കറക്റ്റ് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക. എന്ത് വന്നാലും ഞാൻ അതിലൊരു ചേഞ്ചും വരത്തില്ല എന്നുള്ളത് ഉറപ്പിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റി ഒന്നും നമ്മൾ ഏൽക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഭയം അല്ലെങ്കിൽ ഈ വൈരാഗ്യം ഇതൊന്നുമല്ല. എനിക്കൊരു ചേഞ്ച് വേണം, എനിക്ക് എന്നെ ക്ലെൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമുക്ക് പാസ്റ്റ് ലൈഫിലുണ്ടായ പല പ്രശ്നങ്ങളും അതുതന്നെയാണ് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ. പാസ്റ്റ് ലൈഫിൽ പല ട്രോമാസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ കുറേ പേടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ലവ് ഫെയിലിയർ, അങ്ങനെ പല മോശം അനുഭവങ്ങളൊക്കെ പലരെയും വളരെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അതായത് ചെറുപ്പകാലത്ത് കിട്ടുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുണ്ടാകുന്ന മോശം അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുമ്പം അവരുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പാസ്റ്റ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാനായിട്ട് നമ്മളെപ്പോഴും വിചാരിക്കുന്ന എനിക്ക് എന്നെ ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം മതി. നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരെ ഒരാളെയും മാറ്റാനായിട്ട് സാധിക്കത്തേയില്ല. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പും കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള എതിർപ്പുകളൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, നമുക്കതൊന്നും ഒരിക്കലും ഏക്കത്തില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ നമ്മളെ പലരും കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ട്. ഞാൻ ചിലപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കൂടെയുള്ള ആൾക്കാർ തന്നെയാണല്ലോ. പക്ഷേ പിന്നെ ഞാനതങ്ങ് വിടും. കാരണം അവർക്കൊക്കെ പറയാനല്ലേ സാധിക്കുകയുള്ളൂ. അവർ പറയുന്നത് ചിലപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയും, അവരിന്ന് പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പറയുമ്പോൾ വിഷമം വരുമ്പോൾ 2 വീഡിയോ കൂടി ഞാൻ കൂടുതൽ ചെയ്തേക്കണം. ആ ഒരു രീതിയിലാണ് എന്നോട് പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പം അതിനെ കളിയാക്കാനായിട്ട് ചിലപ്പോൾ നാട്ടുകാരായിരിക്കത്തില്ല എല്ലാവരെയും ഈ കളിയാക്കലുകൾ കൂടുതൽ കിട്ടുന്നത്. കുടുംബത്തിൽ നിന്നകത്ത് തന്നെ ആയിരിക്കും ഈ കളിയാക്കലുകളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഡെസ്പും നെഗറ്റീവായി പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു കാര്യം ചെയ്തിട്ട് അതിനെ കളിയാക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പതുക്കെ ഈ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും നമുക്കൊരു ഊർജ്ജമായിട്ട്, നമുക്കൊരു എനർജി ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ കീപ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, വേറെ ആരും ഒന്നും പറയുന്നത് അപ്പോൾ പതുക്കെ അവരും അങ്ങ് അത് വിട്ടോളും. ഓക്കെ, ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരാളെ ഉയരാൻ സമ്മതിക്കത്തില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നല്ല രീതിയിലാണ് എനിക്കിത് നേടണം എന്നൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പലരും ഇതുപോലെ വരും അതിനെ എതിർക്കാനും. പക്ഷേ നമ്മൾ എക്സ്ട്രീംലി ഡൗൺ ആയിട്ടിരിക്കുമ്പം, അല്ലെങ്കിൽ സീറോ അവസ്ഥയിൽ ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ സീറോ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇവരാരും ഹെൽപ്പ് ചെയ്യാനും വരത്തില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഈ കുറ്റവും കുറവുകളും നെഗറ്റീവും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുടെ ഒരു രീതി ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ സീറോ അവസ്ഥയിൽ കിടക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോൾ അവർ നമ്മളെ കളിയാക്കാനും നെഗറ്റീവ് പറയാനും ഒക്കെ വരുന്നത്, അല്ലേ? നമുക്കൊരു മാറ്റം, ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാകുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഭാഗം ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, ഒന്നെങ്കിൽ അവർക്ക് ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അവർക്ക് ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. അവർക്ക് വേണമെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ്, അല്ലേ? നമുക്കൊരു നല്ലത് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനൊരു നല്ലത് വേണം. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർമെൻറ്റ് നമ്മുടെ ലൈഫിൽ വേണം. നമുക്കൊരു പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം, എന്തെങ്കിലും ഒരു നല്ലത് വരണം എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ. അപ്പോൾ ഇതൊന്നും ആയിക്കോട്ടെ, നമ്മളെ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊന്നിനും സമ്മതിക്കാതെ ഒരു ഹെൽപ്പോ ഒരു കാര്യങ്ങളോ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് പോലും തരാതെ കുറ്റങ്ങളും നെഗറ്റീവുകളും മാത്രം പറയാനായിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറച്ച് പേര് എപ്പോഴും ഉണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നാട്ടുകാരൊന്നും ആയിരിക്കത്തില്ല, കുടുംബത്തിനകത്തു നിന്നുള്ള കുറേ ആൾക്കാർ തന്നെയായിരിക്കും. അവരുടെ അറിവില്ലായ്മയാണ്, അവരുടെ വിവരമില്ലായ്മയാണെന്നുള്ളത് അങ്ങ് വിചാരിച്ചാൽ മതി. കാരണം അവർക്ക് അതൊക്കെയാണ് സത്യം എന്നുണ്ടെങ്കിൽ അവരത് ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവരെ ആരെയും നമുക്ക് മാറ്റാനും പറ്റത്തില്ല. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പറയുന്നവർ പറഞ്ഞോട്ടെ, മൈൻഡ് ചെയ്യേ വേണ്ട. നമ്മളത് മോശമായിട്ടും വളരെ ഡൗൺ ആയിട്ട് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, പറയേണ്ട മറുപടി പറയുക, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുക. അപ്പോൾ ഉള്ളിൽ ഈ ടെൻഷൻസും ഈ ഭയവും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ, നമ്മളൊരു ഗോൾ ലിസ്റ്റ്, നമ്മുടെ റെഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിൽ അകാരണമായിട്ടുള്ള ഭയമുണ്ട്. ഒന്നാമത്തെ പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റിനുമുള്ള ആൾക്കാർ, വീട്ടിലുള്ള ആൾക്കാരൊന്നും ഒന്നിനും സപ്പോർട്ടല്ല, കുറ്റം പറയുന്നു, ഞാൻ എല്ലാവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ചിന്തകളും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരും, അസുഖത്തെക്കുറിച്ചുള്ള പേടി, പിന്നെന്താ പണത്തെക്കുറിച്ചുള്ള പേടി, ഇങ്ങനെയുള്ള പല പേടികളായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദുരനുഭവങ്ങൾ, അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ, മക്കൾക്ക് വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമുക്ക് തന്നെ സ്വയം അസുഖങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ചില ഏതെങ്കിലും ദിവസങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത വിഷമിച്ച അവസരങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ പല രീതിയിൽ പേടികളായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പേടി എന്തെങ്കിലുമൊക്കെ നേടുന്നതിൽ നിന്ന് എപ്പോഴും നമ്മളിങ്ങനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെ ചിലപ്പോൾ കളിയാക്കിയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇയാളെ ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു രീതിയിൽ അല്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ അവിടെ ആ ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് നിൽക്കുന്നത് വാശിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും വേണ്ട, ഭയവും വേണ്ട. അതിനെയൊക്കെ പതുക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഫ്രീ ആൻഡ് ലൈറ്റായിട്ട് വയ്ക്കണം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അഫേം ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കാനും ഒക്കെ. നമ്മളിതൊക്കെ ചെയ്തു വരുന്ന ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഭയം, ചിലർക്ക് പേരൻസിനെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അവർ ചെറുപ്പത്തിൽ തന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതലും വരുന്നത്. നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ മിണ്ടരുത്. പക്ഷേ ഒരു ആൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്, പക്ഷേ ആ ആൺകുട്ടിക്ക് എക്സ്ട്രീംലി ഫ്രീഡം ആയിരിക്കും. അവൻ എന്ത് ചെയ്താലും അവിടെ ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല. അവനെ അവിടെ അവൻ തെറ്റ് ചെയ്താൽ കൂടി അവനെ ഒന്നും പറയില്ല, കാരണം അവനാണല്ലേ. പക്ഷേ പെൺകുട്ടിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ചില വഴക്കോ അടിയോ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. പല പെണ്ണല്ലേ, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് വളർന്നിട്ടുള്ള ചില ഫാമിലിയുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു വീട്ടിലുള്ള അത് പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അനുഭവിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മളിപ്പം അവരോട് വിളിച്ച് പറയുകയാണെന്ന് ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ്, അങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവരുടെ രീതിയിൽ അവർ ചെയ്യുന്നതൊക്കെ എപ്പോഴും കറക്റ്റായിരിക്കും. അപ്പം നമുക്കതാ പറഞ്ഞാൽ നമുക്ക് ഇവരെ ആരെയും മാറ്റാൻ സാധിക്കില്ല.
നമുക്ക് മാറാൻ പറ്റും. അപ്പം ഈ പേടികളും ഇതൊക്കെ ഓക്കെ, നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള പേടികളും ഇൻസെക്യൂരിറ്റീസും ആണ് ഇതൊക്കെ. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിനെ മാറ്റാനോ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഗ്രാജുവലി ചെയ്ത് വരുമ്പം ഈ ഒരു പേടിയൊക്കെ മാറി, ഈ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറി, ഈ ഒരു വാശിയും കാര്യങ്ങളും, വാശിയല്ല ആയിരിക്കില്ല, കൂടുതലും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ മാറി 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 നമ്മൾ വളരെ ലൈറ്റഡായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും നമ്മൾ എത്ര ഫ്രീ ആണ്, നമ്മൾ എത്ര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടാണ് നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ചുറ്റിനുള്ള എല്ലാത്തിനെയും എൻജോയ് ചെയ്ത് തുടങ്ങും. നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. ഇപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള നമ്മളെ വിഷമിപ്പിക്കാൻ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ആരോടായാലും അവനവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു ഗട്സ് കാണിക്കുക എല്ലാവരും. എനിക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നോ ആണെന്നുണ്ടെങ്കിൽ നോ അവിടെ മുഖത്ത് നോക്കി പറയുക. ആരുടെ ആണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുള്ളൂ. അല്ലാതെ ആർക്കും എന്തും പറയാം, എന്തും കയറി പറയാം എന്നുള്ള ഒരു ഇത് നമ്മൾ തന്നെയാണ് അനുവദിക്കുന്നത്, അല്ലേ? നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്ന് പറയേണ്ട, എനിക്കിത് ഇഷ്ടമല്ല, എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മൾ ആദ്യമേ അങ്ങ് പറഞ്ഞുകൊള്ളുക. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു രീതി ഇതാണെന്നുള്ളത് അവരെ അങ്ങ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും കയറി നമ്മുടെ ലൈഫിൽ ഇടപെടാനുള്ള ഒരു അവസരം കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഒരു ലൈഫിൽ നമ്മളൊരു ബൗണ്ടറി എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും കയറി പെരുമാറാനും അല്ലെങ്കിൽ എല്ലാവരും കയറി എൻട്രി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക. നമ്മൾ അനാവശ്യമായിട്ട് ഒരാളുടെ ലൈഫിലേക്ക് കയറി പോവുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ അഭിപ്രായം ചോദിച്ചാൽ അത് പറയുക, അല്ലാതെ വെറുതെ എന്തിനാണ് അങ്ങനെ ചുമ്മാ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ തന്നെ ഈ ലോകത്ത് പലരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകും, അല്ലേ? അനാവശ്യമായിട്ട് ഒരാളുടെ ലൈഫിൽ കയറി ഇടപെടരുത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ സൊല്യൂഷനായി. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ആരായാലും ഒരു പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അതാണ് ശരി, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യാത്തതേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് മറ്റൊരാളുടെ ലൈഫിൽ കയറി വാശി പിടിച്ച് അങ്ങനെ പറയാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള അഭിപ്രായം പറച്ചിലുകളാണ് ചിലപ്പോൾ പലപ്പോഴും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വാശി കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് പതുക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മളപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ കുറേ കൂടി ഫ്രീ ആയതുപോലെ തോന്നും. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പലരും ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ടും മാനിഫെസ്റ്റ് ആവാത്തത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടെ ഒരു ബിലീഫ് സിസ്റ്റമാണ് വേണ്ടത്. ആരെന്ത് പറഞ്ഞാലും എനിക്കത് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇത് നടക്കുമോ അങ്ങനെയുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നടന്നു കിട്ടത്തില്ല. സോ നമ്മൾ വിശ്വസിക്കാൻ നോക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചെറിയ കാര്യങ്ങളിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ അഫർമേഷൻസ് ചെറിയ കാര്യങ്ങൾ എഴുതി തുടങ്ങാം. ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര ചെറുതുമായിക്കോട്ടെ, അതിന് ഞാൻ പറഞ്ഞൊരു ചെറിയ പൊട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിൽ നമുക്ക് എഴുതാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റായി തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം നന്നായിട്ട് വർദ്ധിച്ചു തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഉള്ളതാണ് ഞാൻ ഈ ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് പറയുക. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും. നമുക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഈ പേടി, അകാരണമായിട്ടുള്ള പേടി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, ഇതൊന്നും എന്നെ ഇനി ബാധിക്കില്ല എന്ന് തന്നെ എപ്പോഴും വിചാരിക്കാം. അതായത് ഇനി ആ ഒരു വേർഡ് പോലും നെഗറ്റീവ് വേർഡാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അഫർമേഷൻ പറയേണ്ടത് എന്താ? നമ്മളെ മനസ്സിൽ ഇവിടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയുക. നമ്മൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള വേർഡുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതായത് പേടി, ആ ഒരു പേടി എന്നുള്ള ഒരു വാക്ക് പറയണ്ട. എനിക്ക് ധൈര്യം തന്നതിന് നന്ദി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ധൈര്യം തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയുക. അതായത് എന്താണോ ഇപ്പോൾ എൻ്റെ കടം മാറ്റിയതിന് നന്ദി എന്നുള്ളതല്ല, എനിക്ക് ധാരാളം ധനം ഉണ്ടാകുന്നതിന് നന്ദി, അങ്ങനെ പറയുക. ഒരിക്കലും നെഗറ്റീവ് വേർഡല്ല പറയേണ്ടത്, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, അഫർമേഷൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ഭയങ്കര നെഗറ്റീവ് പ്രശ്നങ്ങളിൽ കിടക്കുന്ന മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് സ്ഥലത്തേക്ക് എടുത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടേ കിട്ടിയിട്ടുള്ള നെഗറ്റീവ്സ്, പേടി,
ഇതിൽ നിന്നൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഞാൻ പലപ്പോഴും ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്, ഫെമിനിസം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും എത്തിപ്പെടാത്ത ചില ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കിടക്കുന്ന മനുഷ്യൻ ഇനിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞും മക്കളും ഒക്കെ ആയാലും അവർക്ക് പിന്നെയും ചില പേരൻസിൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ശിക്ഷണത്തിൽ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥ. അവനവൻ്റെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവരെ പേടിച്ച്, ചിലപ്പം മദർ ഇൻ ലോനെ ആയിരിക്കും, ആരെങ്കിലുമൊക്കെ പേടിച്ച്. അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന പേരൻസ്, മദർ ഇൻ ലോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരെയൊക്കെ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലാണ് ഈ ഒരു പെൺകുട്ടിയും. അവൾക്കും അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. സ്വന്തം മക്കളെ പോലും അവനവൻ്റെ ഇഷ്ടത്തിന് വളർത്താൻ പറ്റില്ല. അവൻ സ്വന്തം ഒരു തീരുമാനത്തിനനുസരിച്ചിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും വിചാരിക്കേണ്ടത് നമ്മളെപ്പോലെയൊക്കെ തന്നെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സ്വാതന്ത്ര്യവും ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണത്. നമ്മളെ ചിലപ്പം ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ടാവില്ല. ഒരു രൂപ പോലും വാങ്ങിക്കാൻ ചിലപ്പോൾ ആശ്രയിക്കുന്നുണ്ടാവില്ല. അവൾ അവളുടേതായിട്ടുള്ള ഏണിങ്സിൽ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും കുറേ പേരുണ്ടാവും ഈ ഒരു പെൺകുട്ടീനെ ഇട്ട് വിഷമിപ്പിക്കാനും കുറ്റം പറയാനും നെഗറ്റീവ് പറയാനും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റിവിറ്റിയൊക്കെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ കുറേ ബോൾഡാവുക. ഓക്കെ, നിങ്ങൾ എതിരെ ആരെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ, എനിക്കിത് ഇഷ്ടമല്ല, എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് ആദ്യമേ കാണിക്കുക. എന്ന് ആ ഒരു ഗട്ട്സ് കാണിക്കുന്നു അന്നേ നമ്മളുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ആവുള്ളൂ. നമ്മളിങ്ങനെ പറയുന്നവർക്ക് ഭയങ്കര ദേഷ്യം തോന്നാം, എതിർത്ത് സംസാരിക്കുന്നോ നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മളെ മാക്സിമം നമ്മളോട് നെഗറ്റിവിറ്റി, നമ്മളോട് മോശമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്, അല്ലേ? അല്ലാതെ നമ്മളായിട്ട് ഒരാളോട് നമ്മൾ പ്രശ്നമുണ്ടാക്കാൻ ഒന്നിനും പോകുന്നതല്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളോട് ഒരാളെയും ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്കുണ്ടായ പോലെ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ കാര്യം പറയാനായിട്ട് നമുക്കൊന്നിനും ഒരാളെയും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക. നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസാണ് എപ്പോഴും ഒരു മനുഷ്യനെ അവൻ്റെ ഫ്യൂച്ചറും പ്രസൻറ്റും പോലും കളയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയൊക്കെ പതുക്കെ മാറ്റിയെടുക്കുക, ക്ലെൻസ് ചെയ്തെടുക്കുക. ആ ക്ലെൻസിങ്ങിന് നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിച്ചത്, വിഷമിപ്പിച്ചത്, അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഇന്നും നമുക്ക് എന്തെങ്കിലും വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കളയിലൊക്കെ പോയി നിൽക്കുമ്പം പലരും പറയാറുണ്ട്, എന്നോട് മാത്രം സംസാരിക്കാറില്ല, അമ്മായിയമ്മ ചിലപ്പോൾ വേറെ മരുമകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, എന്നോട് മാത്രം മിണ്ടത്തില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ അടുക്കളയിൽ നിൽക്കും. അതൊരു നെഗറ്റീവാണ്. ആയിക്കോട്ടെ, അവരങ്ങനെ ചെയ്തോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ചുറ്റിനും എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരൊറ്റ മെൻ്റലി നമ്മൾ ആ ഒരു കാര്യം തീരുമാനിച്ചേക്കുക. ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചോട്ടെ, എന്നെ നെഗറ്റീവ് ആക്കാനായിട്ടും എന്നെ കുറ്റം പറയാനും എന്നെ കളിയാക്കാനും എന്തും ചെയ്തോട്ടെ, എന്നെ അത് ബാധിക്കത്തേയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ ബാധിക്കത്തില്ല. ആ ഒരു ഉറച്ച തീരുമാനം മനസ്സിൽ എടുക്കുക. അത് ഉറച്ചതായിരിക്കണം. അത് നമ്മൾ ഉറപ്പിക്കുക. നമ്മൾ മനസ്സിലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എന്നെ ഇത് ബാധിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. 24 hours ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും നമ്മളതൊന്നും ബാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ്റെ ചെറിയ ട്രാക്കിലേക്ക് അങ്ങ് കയറി തുടങ്ങിയതാണ് അർത്ഥം. നമ്മുടെ മനസ്സ് തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട്, നമ്മളെ മനസ്സ് പറയുന്നതിനനുസരിച്ചിട്ട് നമ്മളെപ്പോൾ ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ചായി തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയുക. അതെന്തായാലും ചുറ്റിനുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, നമ്മളെ അത് ബാധിക്കുന്നില്ല. അപ്പം എന്ത് കാര്യവും നമ്മുടെ മനസ്സിൽ കൈവച്ച് തന്നെ പറഞ്ഞു തുടങ്ങുക. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും ഉറപ്പായിട്ടും. നമുക്ക് കൊടുക്കുന്ന, നമ്മളെ ചേഞ്ച് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ പ്രവർത്തികളുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും നമ്മുടെ ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ അത് നല്ല രീതിയിലാവാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് വേണ്ടി ഒരാളും ഒന്നും ചെയ്തു തരില്ല. നമ്മൾ മോശമായാലും നല്ലതായാലും എല്ലാം കുറ്റം പറയുന്ന ആൾക്കാർ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ജഡ്ജ് ചെയ്യാനും കുറ്റം പറയാനും ചുറ്റിനുള്ള ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ നിന്നും ആയിരിക്കില്ല, കൂടെയുള്ളവരായിരിക്കും എപ്പോഴും കുറ്റം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുക.
അതാരായാലും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലത് ചെയ്താലും ഒന്നും ചെയ്യാതെ ഇരുന്നാലും ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും കുറ്റങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്നവർ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവർക്കതാണ് ഇഷ്ടം. നമ്മളെക്കുറിച്ചൊരു നല്ലത് കാണാനോ നമ്മളെക്കുറിച്ചൊരു നല്ലത് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് എന്താ? നമുക്കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ്. അപ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക. അവർക്ക് എന്തെങ്കിലും പറയാൻ നമ്മൾ പുതിയ ടോപ്പിക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. അത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാതെ നമ്മുടെ സങ്കട കഥകളോ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്നതോ നമ്മൾ കരഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളോ ആയിരിക്കരുത്. അവർക്ക് പുതിയ ടോപ്പിക്ക് കൊടുക്കേണ്ടത് എന്താ? നമ്മൾ കുറേ ബെറ്റർ ആയി എന്നുള്ളതാണ്. ഇവർ ഒരുപാട് മാറിപ്പോയല്ലോ, കുറേ ബെറ്റർ ആയല്ലോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അസൂയ തോന്നുകയാണെങ്കിൽ അവർക്ക് അസൂയ തോന്നട്ടെ. അപ്പോൾ അതിനുള്ള ഒരു ചാപ്റ്റർ അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, ഒരു ടോപ്പിക്ക് അങ്ങ് കൊടുത്തേക്കുക. അത് എന്നിട്ട് ചിരിക്കാൻ തുടങ്ങുക. അവരെന്തും കാണിച്ചോട്ടെ, നമ്മളതൊന്നും ഏൽക്കില്ല എന്നുള്ളത് നമ്മളവിടെ മനസ്സിലങ്ങ് ഉറപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ഏൽക്കത്തേ ഇല്ല, ഡെഫിനറ്റ്ലി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയ്യോ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവർ നോക്കുന്നത് കണ്ട നോട്ടത്തിൽ പോലും കുശിപ്പുണ്ട്, അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. അത് എന്തൊക്കെ ഈ അസൂയ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ ബോഡീനെ, അവരുടെ മൈൻഡിനെയൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് കളയുക. നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുറ്റുമുള്ളവർ നല്ല ബന്ധങ്ങൾ എപ്പോഴും കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക. നമ്മളെ കുറ്റം പറയുന്ന, ഒറ്റപ്പെടുത്തുന്ന, നെഗറ്റീവ് പറയുന്നവരെ മാറ്റി നിർത്തിയേക്കുക.